Namaste, my dear students. In this video, we are going to discuss about formatting in MS Word. In this chapter, we will discuss how to set the text fonts, its size, etc. Also, we can see how to change the color, the alignment style, the font style, and different formatting tools. Usually, you use different fonts for a paragraph and headings. It is important to learn how to use these different fonts because these fonts will help you to modify or to make your text more attractive by giving different font styles, different colors, different formatting alignments. We can make a page or a brochure or a letter more attractive than a simple method or a simple form. Okay, let's see in this chapter how to use these tools. Before that, we can say formatting means changing and arranging text in a document to highlight it or make it attractive. Okay, formatting means changing and arranging text in a document to highlight it or make it attractive. What is mean by that? Usually, we can see a paragraph here. See, this is simple paragraph. It's I have no color, no alignment. Just I have typed a simple paragraph like this. If you want to make it more interesting and attractive, I can select this paragraph and I can change the color and I can make any particular word bold, underline, or I can change the color style. Also, I can change the word style. Okay, it will be more attractive than a traditional method. Okay, that's the purpose of making a paragraph or a sentence formatting. Okay, let's see how to change the style. Okay, നമുക്ക് ഒരു പാരഗ്രാഫ് കയ്യിൽ ഉണ്ടെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് അത് കുറച്ചും കൂടി അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ പാരഗ്രാഫിനെ വളരെ മറ്റുള്ളവർക്ക് കാണുന്ന സമയത്ത് വളരെ അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന കാര്യത്തിനെ നമുക്ക് ഫോർമാറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിൽ നമ്മൾ സാധാരണ രീതിയിൽ ഫോർമാറ്റ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? നമുക്കതിനെ ഫോണ്ട് സ്റ്റൈൽ ചേഞ്ച് ചെയ്യാം, അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാം, പിന്നെ അതിൻ്റെ അലൈൻമെൻറ്റ്, ഇതൊക്കെയാണ് നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യാറുള്ളത്. അപ്പോൾ എന്താണ് ഫോർമാറ്റിംഗ്? മീൻസ് ചേഞ്ചിങ് ആൻഡ് അറേഞ്ചിങ് ടെക്സ്റ്റ് ഇൻ എ ഡോക്യുമെന്റ്. അതായത് ഒരു ഡോക്യുമെന്റിലുള്ള ടെക്സ്റ്റ്, ഇതിനാണ് ടെക്സ്റ്റിന് ഉദ്ദേശിച്ചത്, ടൈപ്പ് ചെയ്ത കാര്യത്തിന് ടെക്സ്റ്റിന് ഉദ്ദേശിച്ചത്. ഈ ടെക്സ്റ്റിനെ ടൈപ്പ് ചെയ്ത ഈ ടെക്സ്റ്റിനെ നമുക്ക് അതിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിന് കളർ സ്റ്റൈലിലൂടെ ചേഞ്ച് ചെയ്യാം. എങ്ങനെ നോക്കാം. ഇതെല്ലാം ചേഞ്ച് ചെയ്ത് അതിന് ഫോൺ സ്റ്റൈലൊക്കെ നമുക്ക് തന്നെ വേണ്ട ഇഷ്ടമുള്ള ഫോൺ സ്റ്റൈലൊക്കെ നമുക്ക് കൊടുത്ത് നമുക്കതിന് കുറച്ചുകൂടി അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, സാധാരണ ഒരു ബ്ലാക്ക് കളറിൽ ഇപ്പം ഞാൻ കൊടുത്തതാണോ ഭംഗി ഉണ്ടായിരിക്കുക, അതോ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് കളേഴ്സിൽ കൊടുത്തതാണോ ഭംഗി ഉണ്ടായിരിക്കുക? ഓഫ് കോഴ്സ് കളേഴ്സിൽ കൊടുക്കണമായിരിക്കും ഭംഗി ഉണ്ടായിരിക്കുക, അല്ല. ഇപ്പം നമ്മൾ ഇവിടെ തന്നെ കാണാം, ഞാനിവിടെ റെഡ് കളറിൽ കൊടുത്തിട്ടുണ്ട്, അവിടെ ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്നത് ഗ്രീൻ കളർ ഫോർമാറ്റിംഗ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഞാൻ താഴത്തെ കുറച്ച് സബ് പോയിന്റ്സ് ബ്ലൂ കളറിൽ കൊടുത്തിട്ടുണ്ട്, അല്ല. അപ്പോൾ ഇതൊക്കെയാണ് എന്തുണ്ടായിരിക്കുക, നമ്മൾ ഫോർമാറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം. നമുക്ക് എന്തൊക്കെയാണ് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടത്? ഫോൺ ടൈപ്പ് ചേഞ്ച് ചെയ്യാം, സൈസ്, സ്റ്റൈൽ, അലൈൻമെന്റ്, ലൈൻ സ്പേസ്, മാർജിൻ, എക്സെട്ര. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിൽ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. സോ നമ്മൾ എന്തൊക്കെയാണ് ജസ്റ്റ് നോക്കാം. ഓക്കെ, ക്യാരക്ടർ ഫോർമാറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, വി ക്യാൻ സി ഫ്രം ദ ഹോം ടാബ് ഫോണ്ട് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഗ്രൂപ്പ് കാണാം, അല്ലെ. ഫോണ്ട് ഗ്രൂപ്പ്, അതേപോലെ തന്നെ പാരഗ്രാഫ് ഗ്രൂപ്പ്. ഈ രണ്ട് ഗ്രൂപ്പിലുള്ള ഓപ്ഷൻസ് മാത്രമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ വളരെ സിമ്പിളായിട്ട് ശ്രദ്ധിച്ചാൽ മതി. ഒരു പാരഗ്രാഫ് ഫോർമാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത്, വേർഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഹോം ടാബിലുള്ള ഫോണ്ട് ഗ്രൂപ്പ്. ഈ ഫോണ്ട് ഗ്രൂപ്പിൽ എന്തൊക്കെ കാണാം? ഓക്കെ, ഫോൺ ഇവിടെ മൗസ് പോയിന്റർ കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കാണാം. വി ക്യാൻ സി ഫോണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ഫോണ്ട് സൈസ്. നെക്സ്റ്റ് ഈസ്
grow font. What is my grow font? Increase the font size, decrease the font size. Then clear formatting, bold, italic, underline, സ്ട്രൈക്ക് ത്രൂ മീൻസ് എന്താണ്? ഒരു വേർഡ് എഴുതിയിട്ട് അതിലൊരു ഒരു സ്ട്രൈക്ക് കൊടുക്കാൻ വേണ്ടി, നടുവിലൂടെ ഒരു വെട്ട് കൊടുക്കുക. നെക്സ്റ്റ് ഈസ് സബ്സ്ക്രിപ്റ്റ്, സൂപ്പർസ്ക്രിപ്റ്റ്, ചേഞ്ച് കേസ്, ദറ്റ് ഈസ് ലോവർ കേസ്, അപ്പർ കേസ്, ക്യാപിറ്റൽ അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ദെൻ ടെക്സ്റ്റ് ഹൈലൈറ്റ് കളർ, ഫോണ്ട് കളർ. ഇത്രയും ഓപ്ഷൻസ് ആണ് നമ്മൾ ഇതിൽ വരുന്നത്. ഇനി ഇതിൽ തന്നെ ഫോണ്ട് ഗ്രൂപ്പ് എന്ന് പറയുന്ന വേറൊരു ഓപ്ഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഫോണ്ട് ഡയലോഗ് ബോക്സ് എന്ന് പറയാം. യു ക്യാൻ സീ ഹിയർ. സി, നമ്മളിവിടെ കണ്ടിട്ടുള്ള എല്ലാ ഓപ്ഷൻസും ഒരു ഡയലോഗ് ബോക്സ് വഴി ചേഞ്ച് ചെയ്യാനുള്ള സെയിം തന്നെയാണ്. ഇവിടെ കാണുന്ന ഫോണ്ട്, ഫോണ്ട് സ്റ്റൈൽ, ദെൻ സൈസ്, വീണ്ടും അതിൻ്റെ ഫോണ്ട്, ബോൾഡ്, ഇറ്റാലിക്, സൈസ്, ടെക്സ്റ്റ് കളേഴ്സ്, അണ്ടർലൈൻ, പിന്നെ അതിന് കൂടുതൽ എഫക്ട്സ് ഇവിടെ കാണാം. സബ്സ്ക്രിപ്റ്റ്, സൂപ്പർസ്ക്രിപ്റ്റ്, എംബോസ്, ഷാഡോ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് കാണാം. ഓക്കെ, ക്യാരക്ടർ സ്പേസിങ്, അതിൻ്റെ ലൈൻ സ്പേസും കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി ഓപ്ഷൻസ്. അപ്പോൾ നമ്മൾ അതിന് ആദ്യം ചെയ്യേണ്ടത് എന്താണ്? നമുക്ക് ജസ്റ്റ് ഡയറക്റ്റ് കാര്യം നോക്കാം. ഞാൻ ഇവിടെ ഒരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട് അല്ലേ? ഈ ഹെഡിങ്ങിൽ നമ്മൾ വി ക്യാൻ സെലക്ട് ദിസ് ഹെഡിങ് ബൈ ക്ലിക്കിംഗ് ആൻഡ് ഡ്രാഗിങ് ദ മൗസ്. അറിയാലോ, ഐ തിങ്ക് യു ആർ ഫെമിലിയർ ഫോർ സെലക്ടിങ് ദാറ്റ്. Okay, just select the word or sentence or paragraph that you want to make the change. First, I had selected the sentence, Chapter 7, Formatting in MS Word. Then after that, click on the font style. See, when I'm moving the mouse itself, the paragraph line is changing style. I have selected the font. Okay. Then I want to change the size. I want to going to increase the font size. So it's very big. Okay, I have changed to 28. Okay, then I make it to bold, italic, underline, then strike through. Okay, up to that. Okay, if you want to disable this option, just once again click on that particular option. If you want to off the bold option, then click on that. If you want to reverse the italic, if you want to remove the underline, if you want to remove the strike through, see, when you have selected the word and make it an italic, the option will like this. Okay, if you want to remove that, you click it once again. നമ്മളൊരു ഒരു സെലക്ട് ചെയ്ത് അതിന് നമ്മൾ അണ്ടർലൈൻ എന്ന് കൊടുത്തു അല്ലെങ്കിൽ ഇറ്റാലിക് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഓപ്ഷൻ അവിടെ എനേബിൾ ആയിട്ട് കിടക്കും. അതൊരു കളർ ചേഞ്ച് കാണാം അല്ലേ? അതിൻ്റെ അർത്ഥം ഇപ്പം നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് ഇറ്റാലിക് സ്റ്റൈലിലാണ്. നമ്മളത് ഇറ്റാലിക് ഓഫ് ആക്കണമെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്ത് ഒന്നും കൂടി ഓഫ് ആക്കുക. ഞാൻ ഇനി ഫോർമാറ്റിംഗ് എൻവസ് വേർഡിന് അണ്ടർലൈൻ കൊടുത്തു. ഓക്കെ, അണ്ടർലൈൻ വന്നു അല്ലേ? നമ്മളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാം, അണ്ടർലൈൻ കാണാം. ഇനി നമ്മൾ ഒന്നുകൂടി സെലക്ട് ചെയ്ത് അണ്ടർലൈൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓഫ് ആവും. ഇനി സബ്സ്ക്രിപ്റ്റ് സൂബ്സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഈ ഒരു വേർഡ് ഞാൻ സെലക്ട് ചെയ്ത് യു വാണ്ട് ടു മേക്ക് ഇറ്റ് ഇൻ ദ ടോപ്പ് പൊസിഷൻ, നമ്മളത് ടോപ്പിലേക്ക് കൊണ്ടുവരാം. ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇപ്പം നമ്മൾ എക്സ്പയർ എന്നൊക്കെ പറയുന്ന സമയത്ത് ഇനി അതേപോലെ തന്നെ ഈ ഡിസ്കസ് എന്ന് പറയുന്ന വേർഡിനെ താഴത്തോട്ട് കൊണ്ടുവരണമെങ്കിൽ ഇവിടെ കാണാം. ഉണ്ടാവും. ഇതിനാണ് ഇവിടെ സബ്സ്ക്രിപ്റ്റ് സൂബ്സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ. ഇവിടെ സാമ്പിൾ കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ മനസ്സിലാവും. ഒരു എക്സ് എഴുതി താഴത്തേക്ക് ഇട്ടു, അതേപോലെ എക്സ് എഴുതി മുകളിലേക്ക് ഇട്ടു അല്ലേ? അപ്പൊ ഈ താഴത്തെ ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ താഴത്തേക്ക് ആൾക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇത് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലേക്ക് ആക്കാം. സോ ദിസ് ഈസ് ദ ഡിഫറെന്റ് ഓപ്ഷൻസ് ഇൻ for formatting. Okay, next we are going to see how to change the color. Select the word, select the color you want. Okay, if you want to make the background color, you can. Okay, so I'm going to make the background color. See,
Want to change the color to text. Highlighting. These are the simple tools. And after that, you can see a clear formatting option. What is the clear formatting? Clear formatting is nothing, just to clear the changes or format options which we have done. Just click on that. See, select the paragraph, click on the clear format. Select the entire paragraph, click on the clear format. This is the option for formatting. ഓക്കെ, നമ്മൾ ഏതൊരു ഫോർമാറ്റിംഗ് കൊടുത്തു കഴിഞ്ഞാലും അതിന് നമുക്ക് ക്ലിയർ ഫോർമാറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ഞാനിപ്പോൾ റെഡ് കളർ കൊടുത്തു, അതേപോലെ ബോൾഡ് ആക്കി അണ്ടർലൈൻ ആക്കി ഞാൻ 18 എന്ന് പറഞ്ഞ ഫോണ്ട് കൊടുത്തു. ഞാൻ അതെല്ലാം സെലക്ട് ചെയ്തു, ക്ലിയർ ഫോർമാറ്റ് എന്ന് കൊടുത്തു. എന്ത് ചെയ്തു? എല്ലാം പഴയ പോലെ തന്നെ അല്ലേ? ഓക്കെ, ഇതാണ് സിമ്പിൾ ആയിട്ടുള്ള ടൂൾസ്. നമുക്കിവിടെ കാണാം ഇൻക്രീസ് ചെയ്യാം, നമുക്ക് ഓരോന്ന് ക്ലിക്ക് ചെയ്ത് ഇൻക്രീസ് ചെയ്യാം, അതേപോലെ തന്നെ ഡിക്രീസ് ചെയ്യാം. ഇത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഫോൺ സൈസ് കൂട്ടാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഒരു ഫോർമാറ്റ് പെയിന്റർ, വി ക്യാൻ ടു സീ ദ ഫോർമാറ്റ് പെയിന്റർ. നമ്മളൊരു ഇവിടെ ഒരു ഫോർമാറ്റിംഗ് കൊടുത്തിട്ടുണ്ട് അല്ലേ, ഒരു സ്റ്റൈൽ കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു ഗ്രീൻ കളറിൽ അണ്ടർലൈൻ, ഈ ഒരു ഫോർമാറ്റിംഗ് സ്റ്റൈൽ എനിക്ക് ഈ ഒരു പാരഗ്രാഫിൽ എൻറ്റയർലി നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട ഒരു ഓപ്ഷനാണ്. ഓക്കെ, നമ്മൾ ആദ്യം സെലക്ട് ചെയ്യാം, ജസ്റ്റ് ക്ലിക്ക് ദ ഫോർമാറ്റ് പെയിന്റർ ആൻഡ് ക്ലിക്ക് ദ എൻറ്റയർ പാരഗ്രാഫ്. സി, ദിസ് ഇസ് ദ ഫോർമാറ്റ് പെയിന്റ്. നമ്മളൊരു പാരഗ്രാഫിൽ എവിടെയെങ്കിലും ഒരു പെർട്ടിക്കുലർ സ്പേസിൽ നമ്മൾ ചെയ്ത അതേ ഓപ്ഷൻ തന്നെ നമുക്ക് ഇവിടെ ഫോർമാറ്റിംഗ് വരുത്തണമെങ്കിൽ ആ ഫോർമാറ്റിംഗ് അതേപോലെ തന്നെ കോപ്പി ചെയ്ത് നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇവിടെ ഞാൻ മീൻസ് എന്ന് പറയുന്ന വേർഡ് അണ്ടർലൈൻ കൊടുത്തു, ഇറ്റാലിക് കൊടുത്തു, ഫോൺ സ്റ്റൈൽ ഞാൻ മാറ്റി അൾജീരിയൻ എന്ന് പറഞ്ഞ സ്റ്റൈൽ കൊടുത്തു. പിന്നെ എനിക്ക് ഇതേ സ്റ്റൈലിൽ ഈ പാരഗ്രാഫ് എൻ്റെ പാരഗ്രാഫ് വേണമെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. Select the word, click the format painter, select the entire paragraph. See, this is the simple method for copying the entire format to a particular space. Okay, next in the paragraph group we can see alignment options, different alignment options. What is my alignment? The space in which the paper we can see and the text position. ഒരു പേജിൻ്റെ അകത്ത് എവിടെ ആ ടെക്സ്റ്റ് വരണം, ഏത് സൈഡ്, ലെഫ്റ്റ്, റൈറ്റ്, സെൻറ്റർ, ജസ്റ്റിഫൈ. ഇപ്പൊ ഈ പേജിൻ്റെ അകത്ത് ഏത് സ്പേസിലാണ് കിടക്കുന്നത്? ലെഫ്റ്റിലാണ് കിടക്കുന്നത് അല്ലേ? നമുക്കത് റൈറ്റിലേക്ക് ചേഞ്ച് ചെയ്യാം, സെൻറ്ററിലേക്ക് ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഇനി നമ്മളൊരു പാരഗ്രാഫ് സെലക്ട് ചെയ്തു, ഞാനത് ജസ്റ്റിഫൈ എന്ന് പറഞ്ഞു. ഇപ്പൊ ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിലെ അലൈൻമെന്റിലാണ് ഇത് കിടക്കുന്നത്. കണ്ടോ, ഈ ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെയാണ് കിടക്കുന്നത്, ഇവിടെ സ്പേസ് കാണാം. നമ്മൾ എൻ്റെ സെലക്ട് ചെയ്ത് ജസ്റ്റിഫൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കും. അപ്പോൾ എന്തായി? രണ്ട് സൈഡിലും ഈക്വലി മാർജിൻ സ്പേസ് വന്നു. അപ്പോൾ ഒരു പാരഗ്രാഫ് എപ്പോഴും ഭംഗിയായിട്ട് കാണണമെങ്കിൽ ഇതേപോലെ വേണം. ഒരു സിംഗിൾ സെന്റൻസിന് നമുക്ക് ജസ്റ്റിഫൈ കൊടുക്കാൻ വേണ്ടി പറ്റില്ല. ഒരു പാരഗ്രാഫ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നമുക്ക് ലെഫ്റ്റ് എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ലെഫ്റ്റിലേക്ക് വന്ന് ലെഫ്റ്റ് അലൈൻമെന്റ് കിടക്കും, റൈറ്റ് എന്ന് പറഞ്ഞാൽ റൈറ്റ് അലൈൻമെന്റ് ആയിട്ട് വന്ന് കിടക്കും, സെന്റർ എന്ന് പറഞ്ഞാൽ സെൻട്രൽ അലൈൻമെന്റ്, രണ്ട് സൈഡിലും ഈക്വലി സ്പേസ് പോയിട്ട് ജസ്റ്റിഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇതിനാണ് അലൈൻമെന്റ് ഓപ്ഷൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ബുള്ളറ്റിംഗ്. വാട്ട് ഈസ് മൈ ബുള്ളറ്റിംഗ്? ഞാനിവിടെ കുറേ സെന്റൻസ് വേർഡ്സ് താഴത്തേക്ക് കൊടുക്കുന്നുണ്ട് അല്ലേ? ഇത് ഇങ്ങനെ കൊടുക്കണതാണ് നല്ലത്. നമുക്ക് പോയിന്റ്സ് ആയിട്ട് ബുള്ളറ്റ്സ് വെച്ച് കൊടുക്കാം. ബുള്ളറ്റ്സ് കൊടുക്കണമെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യും. വി വാണ്ട് ടു സെലക്ട് ദ വേർഡ്സ് that we want to apply the bullet. From the paragraph group, you can see first option. Just click on that. Okay, this is a simple bullet, and for more options, you can see different bullet options. Okay, and nearby that you can see numbering options. Just click the different number options, different alphabet options, different number style options, etc. Now, okay, these are the bulleting options. And similar in the case of
bulleting also. If you want to remove that bullet option, just once again click on that. Okay, this is the simple methods for making a paragraph attractive, and we can apply any font style, we can apply any highlighting options by simply clicking on the particular options which we want to use. Once again, we can see the from the font group, different options are here: the font style, font size, grow and shrink, removing the font, that is clear formatting, bold, italic, underline, strike through, subscript, superscript, change case. You can do change the case. Just click on the word, just apply the change case to uppercase. See, automatically converted all the words to upper style. Okay, you want to point by point decrease and increase, change the background color, change the front color. Okay, after that you can see the different alignment options and bulleting options. Okay, this is the simple method, and uh, you can apply this method in your computer also. Watch my video 2 or 3 times and you can clear the doubts by messaging. Thank you.